ഈ ലൈൻ കമ്പിയൊക്കെ സ്ഥിരമായി ഇത് തന്നെ വരുന്നതാണല്ലേ? നമ്മളൊരു തകരാറ് പരിഹരിക്കാൻ പറഞ്ഞാൽ വല്ലാതെ വെച്ച് നീട്ടും. അതങ്ങനെ തന്നെയാണ്, വെച്ച് നീട്ടൽ തന്നെ എല്ലായിടത്തും. ഈ മഴൻ്റെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കണമല്ലോ. അതേമാതിരി സംഭവിച്ചാണ്, ശ്രദ്ധക്കുറവുകൊണ്ടും കൂടിയാണ് പറഞ്ഞ് ഇന്നലെ നോക്കാൻ വന്നപ്പോഴേലും അത് വെട്ടിമാറ്റിയിരുന്നെങ്കിൽ സംഭവിക്കില്ല. ഇനി ഈ റോഡിൽ പല സ്ഥലത്തും ഇതേപോലെ മരത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ലൈന് വരുന്നുണ്ട്. ഇപ്പൊ ഈ ചെറിയൊരു അങ്ങാടി വരുന്നത്, അടുത്ത അങ്ങാടിയിൽ വരുന്നത്, അവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ കാണാം ഒരു ബദാം മരത്തിന്റെ ഉള്ളിൽ ഫുൾ ലൈൻ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. ഒരു ഡെയിലി വരുന്നതാണ്. ഇപ്പൊ ഈ സൂര്യാനം അല്ലാത്ത സമയത്തൊക്കെ വരുന്ന ആളുകളാണ്. പക്ഷെ ആ സമയം കണ്ടിട്ട് അത് അതിന് വെട്ടി മാറ്റാനുള്ളൊരു ഇത് നോക്കുന്നില്ല. അപ്പൊ ഈ ഭാഗത്ത് പല സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ലൈനിൽ പോകുന്ന ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മരത്തിന്റെ അകത്തൂടെയൊക്കെയാണ് ഈ ലൈനായിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി മഴ വരുന്നുള്ളതെന്ന് കണ്ട സമയത്ത് ഓരോ ചെയ്യേണ്ട സംഭവങ്ങളാണ്. പക്ഷെ ഇതുവരെ ചെയ്തില്ല. അതിൽപ്പെട്ട ഒരു സംഭവങ്ങളാണ്. ഇനിയിപ്പോ ഒരാൾ മരണപ്പെട്ടതുകൊണ്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നല്ലാണ്ട് വീണ്ടും പഴയപടിയെ തന്നെ ആവും ചെയ്യും. ജാസിന്റെ സഹോദരൻ നേരത്തെ പറഞ്ഞത് ഒരു ദിവസം കറണ്ട് ചാർജ് അടയ്ക്കാൻ വൈകിയാൽ കറണ്ട് കട്ട് ചെയ്തു പോകാൻ ആള് വരും. അപ്പം കൃഷിയിടങ്ങൾ പോലും പരിഗണിക്കാതെ വെട്ടിമാറ്റുന്ന ആളുകളുമാണ്. അതുണ്ട്. അതെ, വായന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അത്ര പോലും ഈ അങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലവുമാണ്. അതെ 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 ഇത് മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. മഴ വരുന്ന സമയത്ത് ലൈനും പൊട്ടി വീകലും മരണപ്പെടുന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇനി അവർ സ്വമേധയാ വന്ന് ചെയ്തില്ലെങ്കിൽ പോലും ഇദ്ദേഹം പരാതി നൽകിയിരുന്നത്. വെള്ളിയാഴ്ച എങ്ങാനും പരാതി നൽകിയതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. അതാണ് ഒരു ജനങ്ങൾ ഇറങ്ങേണ്ടി വരും. അതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതാണ് അവസ്ഥ. പലപ്പോഴും ഈ കാര്യങ്ങൾ നേരാവണ്ണം ധരിപ്പിച്ചാൽ അവരുടെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് പരാതി പറയാനായി വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അദ്ദേഹം 8 തവണ മറ്റും വിളിച്ചിട്ടാണ് KCBയിൽ ഇവിടെ നിന്നും ഫോൺ എടുത്തത്. അതിനുശേഷം ആ ഫോണിൽ കൂടെ പരാതി നൽകിയ പോരാ എന്ന് അറിയിച്ച ശേഷം രേഖാമൂലം അദ്ദേഹം പോയി പരാതി നൽകുന്നു. പിന്നീട് വാർഡ് മെമ്പർ പലതവണ വിളിച്ച് കാര്യം പറയുന്നു. എങ്കിൽ പോലും ഒരു കൃത്യമായ നിലപാട്, സമീപനം ഇക്കാര്യത്തിൽ KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. താരതമ്യേന തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഈ കുറ്റിക്കാട്ടൂരിലെ. ഈ കോളേജിനോട് വളരെ ചേർന്ന ഒരു കടയാണ്. നിരവധി ആളുകളാണ് നിരവധി വന്നു പോകുന്നത്. 3 പേർക്ക് ഇതിനകം ചെറിയ രീതിയിലുള്ള ഷോക്ക് ഏറ്റിരിക്കുന്നു എന്നാണ് കടക്കാരൻ മുഹമ്മദ് നമ്മളോട് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടാവും എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായാലും അത് തനിക്ക് തന്നെ പരിചയക്കാരനായ തൻ്റെ കടയാണെന്ന് വിശ്വസിച്ച്, പരിചയക്കാരനായ ഒരു ആളുടെ കടയാണെന്ന് വിശ്വസിച്ച് ഇവിടേക്ക് കയറിയ ഒരു യുവാവിന് തന്നെ ആയല്ലോ എന്നതിൻ്റെ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ മുഖത്തുമുണ്ട്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. MS സുരേഷ് കുമാറാണ് ആ പ്രദേശത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും KCBയുടെ അനാസ്ഥ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നഷ്ടപ്പെട്ടതാണ് നമ്മൾ കണ്ടത്.